ഒക്കെ എന്താ ജോമു നിങ്ങളൊക്കെ ഇങ്ങനെ സ്പാം ചെയ്യണേ ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ജോമിന്റെ അണ്ടി പോടാ ലവൺ. ഗൈസ് എന്റെ അമ്മോ ഷാനു തോമസ് ബ്രോ നേരെ വന്നിട്ട് 5 മെമ്പർഷിപ്സ്. ഷാനു തോമസ് ബ്രോ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഡബിൾ ഈകളൊന്ന് വെള്ളം കുടിച്ചെന്റെ ആണോ അവന്റെ ഒക്കെ. ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ സ്ട്രീം വളരെ ചെറിയ സ്ട്രീം ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം 2 അച്ചിപ്പട്ടികൾ ഇവിടെ കയറി വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് ലൈവിലിട്ട് തന്നെ ലിപ് ലോക്ക് ചെയ്യുന്നു, കടിച്ചു പറിച്ചു, ഇതെല്ലാം ചെയ്തിട്ട് അവന്മാർ പോയത് ഓർമ്മയുണ്ടോ? അന്ന് തൊട്ട് ഞാൻ കിടപ്പില്ല, അറിയാവോ? ഈ 2 എണ്ണം ഹോസ്പിറ്റലില്ല, ഈ ബോബോയും കണ്ണാപ്പിയും, ഇത് 2 എണ്ണം വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് ഹോസ്പിറ്റലില്ല. എന്നെ ഇവിടെ വന്ന് കടിച്ചു പറിച്ച് എനിക്കും തന്ന് പനിയായി. ഞാൻ പോയി പരിപാടിക്ക് ട്രാവൽ ചെയ്തപ്പോഴത്തേക്കിന് ഞാൻ ചത്ത് കഴിച്ചു. ഞാൻ ഇന്നലെയും ട്രിപ്പിട്ട് കിടക്കുമായിരുന്നു. എൻ്റെ സൗണ്ടും പോയി. എൻ്റെ സൗണ്ട് മാറ്റം ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനകത്ത് കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന്. എൻ്റെ സൗണ്ടും പോയി, എല്ലാ പറയും പോയി. എനിക്ക് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതേപോലെ ആയിപ്പോയി. എനിക്ക് സംസാരിക്കാനും വയ്യ. ഞാൻ വന്നൊരു 24 hours ലൈവൊക്കെ ഇടുന്നത്. ഇന്ന് സത്യം പറഞ്ഞാൽ ചെറിയൊരു ഷോർട്ട് സ്ട്രീം ആയിരിക്കും. എനിക്ക് വയ്യ കഴിച്ചു. എൻ്റെ തൊണ്ട സ്ട്രെയിൻ എടുക്കലെന്ന് ഓൾറെഡി ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഓൾറെഡി തുടങ്ങിയതാ. എനിക്ക് വയ്യ, ചത്ത് ഞാൻ അതുപോലെ ആയി. ഇവനെ ഒന്ന് ഞാൻ ഇനി വീട്ടിൽ കയറ്റൂലേ. എന്നിട്ട് നാളെ ചിലപ്പോൾ BGM ഒക്കെ ഇട്ട് വീഡിയോ വരുമായിരിക്കും. വാസുവാണ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുന്നത് കേട്ടാ. അവനൊക്കെ എവിടെ നിന്നൊക്കെയോ പോയി ഏതൊക്കെയോ മറ്റേ ഇൻഫ്ലുവൻസ ഇസഡും വൈയും എക്സും ഒക്കെ പിടിപ്പിച്ചുകൊണ്ട് എനിക്ക് കൊണ്ട് തന്ന്. ഗൈസ് അപ്പോൾ എല്ലാവർക്കും ടോക്സിക് ടീച്ചറോ? അതെന്താ ടോക്സിക്? എന്താ പുതിയ പടമാണല്ലോ ആണോ? ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. നമുക്ക് നോക്കാം ഗൈസ്, നോക്കാം. തുടങ്ങാം. എല്ലാവരും വരട്ടെ. സിറ്റി ഡൗൺ ആണോ? സിറ്റി ഡൗൺ ആയോ? നമുക്ക് എന്തായാലും നമുക്ക് കുറച്ച് നേരം ഡിസ്കോ ടോൾസ് ഒക്കെ നോക്കി ഇതാക്കാം. നാളെ ഗ്യാങ് ഫണ്ട് കളക്ഷൻ നാളെ ഉറപ്പായിട്ടും ഗ്യാങ് ഫണ്ട് കളക്ഷൻ നടത്തുന്നതായിരിക്കും. നാളെ ആയിരിക്കും ഗ്യാങ് ഫണ്ട് കളക്ഷൻ. നമ്മുടെ കുറച്ച് പേര് ഇന്ന് ഇല്ല, ഓൾറെഡി ഇന്ന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഞാൻ കണ്ട് കഴിച്ചു ഇന്നലത്തെ 3v7. ആ സിറ്റുവേഷൻ അൺവാണ്ടഡ് ആയിരുന്നെങ്കിലും ആ സിറ്റുവേഷൻ കുറച്ച് അൺവാണ്ടഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എവിടെ നിന്നൊക്കെ ആള് വന്ന് ഇവന്മാർ എന്താ അടിച്ചതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പേര് നിന്ന് അവന്മാരൊരു 7-8 പേരെ അങ്ങ് തല്ലി. സ്നൈപ്പും ഇവരെല്ലാവരും കൂടെ. നിങ്ങളെല്ലാം സിറ്റുവേഷൻ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ വേറൊരു കാര്യം കൂടെ കാണിക്കാനുണ്ട് ഗൈസ്. ഞാൻ അതുപോലെ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് 3D പ്രിന്റ്. ഇതൊരു മൾട്ടി കളേർഡ് ഡ്രാഗൻ ആണ്. കണ്ട, എൻ്റെ ഡ്രാഗൻ കുഞ്ഞ്. ഇതൊരു ഡ്രാഗൻ ആണ്. ഇതൊരു സിംഗിൾ പ്രിന്റാ. ഇതൊന്നും ചെയ്യണ്ട, ഇതൊരു സിംഗിൾ പ്രിന്റ് ആണ്. കണ്ട, ഇത് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഡ്രാഗൻ. ഞാൻ ഇതിന്റെ വലുതിനെയൊക്കെ പ്രിന്റ് എടുക്കുന്നുണ്ട്. സോ വിഷയ സാധനല്ലേ, കണ്ട. അതിൻ്റെ കൂടെ ഒരു ചെറിയ ബോട്ടും. ഇത് എല്ലാ 3D പ്രിന്റർ മേടിക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രിന്റ് ടെസ്റ്റ് ചെയ്യണത് ഈ ഒരു ഷേപ്പ് പ്രിന്റ് ചെയ്തിട്ടായിരിക്കും. ഇത് കണ്ട, ഇതാണ് സാധനം. സോ പ്രിന്റർ എനിക്ക് ഇന്നാ കിട്ടിയത്. ഞാൻ ഇന്ന് എല്ലാം ഒന്ന് അഴിച്ചു വെച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി നോക്കിയതേ ഉള്ളൂ. എനിക്ക് കുറച്ച് നല്ല നല്ല സാധനങ്ങൾ. നമ്മുടെ ജോക്കി വന്നില്ലല്ലേ ലൈവ്? കള്ളൻ. അമിത് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 1 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും കള്ളനാ വരുത്തില്ല. ഇതൊക്കെ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ആനയുടെ അവിടെ വരെ എത്തുമെന്ന് കേട്ടാ. പുള്ളി ചുമ്മാ പറയണതല്ലേ ഇതൊക്കെ കള്ളനല്ലേ ഇതൊക്കെ. ടർഫ് ഓപ്ഷൻ ഉണ്ടോ? അല്ല, ടർഫ് ഓപ്ഷൻ അല്ല, കോളിംഗ് അല്ലേ? അത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞേക്കാം. ഒരു സെക്കൻഡ്. ടർഫ് വിളിക്കുന്ന ദിവസം എന്നല്ലേ? ടർഫ് വിളിക്കണേ. ഓക്കെ, എന്റെ സൗണ്ട് പോയി. ആയിക്കോട്ടെ, ബ്രേക്കപ്പ് എനിക്ക് പറ്റണില്ല അണ്ണാ. എടാ, നീ ഏതെങ്കിലും കൂട്ടുകാരെ വെച്ച് അന്വേഷിപ്പിച്ചിട്ട് അവളും ഈ അവസ്ഥയിൽ തന്നെ പറ്റാതിരിക്കുവാണോ നോക്ക്. അല്ലെങ്കിൽ മൂവ് ഓൺ ബ്രദർ. മോസ്റ്റ് ഓഫ് ദ കേസിൽ അങ്ങനെ. നിങ്ങളുടെ കേസ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുവിടാ. എന്നാലും പുള്ളിക്കാരിയും ഇതുപോലെ വിഷമിച്ച് ഷോക്ക് അടിച്ചിരിക്കുവാണെങ്കിൽ നീ വിഷമിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്. അല്ലെങ്കിൽ പുള്ളിക്കാരി ചില്ലാണ്, നീ മാത്രം കരഞ്ഞോണ്ടിരിക്കാനാണെങ്കിൽ
ഇതിങ്ങനെ ഒരു ടൈം ടേബിൾ പോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വെള്ളമടിയാവും, അതാവും, ഇതാവും. ഒക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ, എന്തിനാണ് വിഷമിക്കണത്? അതിനൊക്കെ വിഷമിക്കാൻ വേറെ എന്തൊക്കെ റീസൺസ് ഉണ്ടാ? എന്തോ ഒരു റീസൺസ് ഉണ്ട്. MRC ഗ്യാങ് ലിസ്റ്റ് വന്നു. MRC ഗ്യാങ് ലിസ്റ്റോ? ഇല്ല, ഞാൻ കണ്ടില്ല. അത് എവിടെ കിടക്കുന്നുണ്ട്? MRCയുടെ ഗ്യാങ് ലിസ്റ്റ് എവിടെ ഉണ്ട്? അവര് മൊത്തത്തിൽ ഗ്യാങ് ആയോ? അവര് കുറച്ചുപേര് മെമ്പേഴ്സല്ലേ ഉള്ളൂ. കൈസ് നമുക്ക് ഇതാക്കാം ട്രെയിലറൊക്കെ കാണാം. കൈസ് എല്ലാരും ഒന്ന് ചില്ല. അവിടെ നിങ്ങളൊക്കെ ഒന്ന് ചില്ലാവും. നിങ്ങളെല്ലാരും ഒന്ന് ഇത്ര തിറുതി, എല്ലാരും ഒന്ന് ചില്ലാവും. നമുക്കെല്ലാം സെറ്റാക്കാം. കേറാം. എവിടെ കിടപ്പുണ്ടോ MRCയുടെ? ഇത് ഡിസ്കോഡിലുണ്ടോ? അയ്യോ, പാട്ട് വന്നല്ലേ. ഡിസ്കോഡിലുണ്ടോ MRCയുടെ ലിസ്റ്റ്? ഏത്, നമ്മുടെ ഡിസ്കോഡിലാണോ അവരുടെ എക്സലാൻഡിസിലാണോ? നമ്മുടെ ഡിസ്കോഡിലാണോ എക്സലാൻഡിസിലാണോ? ഗൈസ് ഒന്ന് പറയോ. എക്സലാൻഡിസ്. ഓക്കെ. എക്സലാൻഡിസ്. എവിടെ ഗ്യാങ് ആപ്ലിക്കേഷനിലാണോ? ഗ്യാങ്ങിന്റെ ഒക്കെ എവിടെയാ? നോക്കട്ടെ ഒരു സെക്കൻഡ്. എവിടെ ഗ്യാങ് ആപ്ലിക്കേഷൻ? നോക്കട്ടെ. ഗ്യാങ് ആപ്ലിക്കേഷൻസ്. ഓക്കെ. ഗ്യാങ് നെയിം MRC, ടാഗ് MRC, ഗ്യാങ് കളർ ബ്ലാക്ക്, ഗോൾഡ്, വൈറ്റ്. അയ്യോ, ഈ ബ്ലാക്ക് ഗോൾഡ് എൻ്റെ ഫേവറേറ്റ് കളറാണ്. ഹർലിൻ കണ്ടിട്ടില്ലേ നിങ്ങൾ? എൻ്റെ സെൽറ്റോസ് ഇപ്പൊ ഞാൻ താർ ചെയ്തപ്പോഴും ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആണ് ഞാൻ ചെയ്തത്. എൻ്റെ ഫേവറേറ്റ് കളർ അവറായിരിക്കും. വൈറ്റ് കൂടെ 3 കളർ അതെനിക്ക് അറിഞ്ഞൂടാ. ഗ്യാങ് ലീഡർ MRC തൊപ്പി, കോ ലീഡർ മാക്ക്, കോ ലീഡർ MRC ഷെയ്ക്ക്, MRC ഷമീർ. ഓക്കെ. മെമ്പേഴ്സ് MRC ജോക്കർ, ജെയിന്, ഉസ്മാൻ. അവനൊരു ചാൻസ് കിട്ടിയല്ലോടാ, സന്തോഷം. ഉസ്മാന്, ഷെർലോക്ക്, MRC ചാപ്സ്, MRC കൂപ്പർ, MRC ബ്ലേക്ക്, MRC ബോബി, MRC ജോൺ വാട്സൺ, MRC റൊസാരിയോ, MRC ബിലാൽ, MRC ഷിബു സുൽത്താൻ, MRC ഇക്രുമോൻ, MRC ഫാൽക്കൺ, രാജുഭായി, റഷ്യൻ DNL, ജാസി, MRC പ്രണവ് സേട്ടൻ, അലൻ ഫ്രോസ്റ്റ്, CK മാരി, ചാർലി ഡേവിഡ്സൺ, അംബാൻ പ്രോ, ജിൻ സക്കായി, MRC ടക്കായി, MRC ഏവിസ് XD, MRC സെൻഡെക്സ് ഡുവർ, MRC റാൻ, MRC മെസ്സി ഗോട്ട്. 31 പേരെ അവരിപ്പൊ തന്നെ എടുത്തല്ലേ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗ്യാങ് തുടങ്ങുമ്പോൾ ഇങ്ങനെ തുടങ്ങുന്നതിലും നല്ലത്, ബെറ്റർ അവരൊരു കുറച്ച് പേര് ഗ്യാങ് ആയിട്ട് വന്ന് ഇവിടെ നിന്ന് കളിച്ച് ഓരോ പ്ലേയേഴ്സിനെ സോർട്ട് ചെയ്ത് പയ്യെ ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യേണ്ടതായിരുന്നു എൻ്റെ ഇത്. പക്ഷെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഈ ലൈനപ്പ് വെച്ചിട്ട് MRC ആൻഡ് TVA ഫ്രണ്ട്ലി ആയിട്ട് പോകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഞാനിത് വേറെ ഒരു ഇതിലും പറയണമല്ല ഗൈസ്. നിങ്ങൾ MRCയിൽ RP കാണുന്ന കുറച്ച് പുതിയ ഓഡിയൻസ് ഉണ്ടാവും. അവർക്ക് ഈ പഴയ പാസ്റ്റ് ഒന്നും അറിയത്തില്ല. ഇതിൽ കുറേ പ്ലേയേഴ്സ് ആയിട്ട് നമ്മുടെ പ്ലേയേഴ്സും പേഴ്സണലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സോ അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സിറ്റിയിൽ അടിവെല്ലാം പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അത് RP ആയിട്ട് മാത്രം കാണാനുള്ള ഒരു ബോധം ഉണ്ടാവണം എന്ന് ഞാൻ ഇപ്പോഴേ പറയുവാണ്. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് MRC ഒരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് ഒരിക്കലും പോകത്തില്ല. ബാക്കിയൊക്കെ അവരുടെ കാര്യം. അപ്പോൾ നമുക്കതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. അതാണ് സത്യം. മനസ്സിലായോ? അതാണ് സത്യം. അത് എല്ലാവർക്കും അറിയാം. ഞാനത് ഇപ്പോഴേ പറയുവാണ്. സോ ഇതിൽ HF ആയാലും അങ്ങനെ കുറേ ആൾക്കാർ ഇതിലുണ്ട്. നമുക്ക് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ഇവരൊരു പുതിയ തുടക്കം അവർ നന്നായിട്ട് കളിക്കുന്നെങ്കിൽ കാണുക. നമ്മളായിട്ട് അങ്ങനെ വെറുതെ പോയിട്ട് നമുക്ക് നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ പോയിട്ട് അലമ്പൊന്നും ഉണ്ടാക്കത്തില്ല. ഒന്നുമില്ലെങ്കിൽ ഈ എൻ്റെ പേരിൽ ഒരുപാട് നാളുണ്ടായിരുന്നത് ഇന്ന് ഞാനാക്കിയ പേരിതാ. മനസ്സിലായി? ഈ 3 അക്ഷരത്തോട്, ബാക്കി എന്തിനോട് ആരോട് ഞാൻ കാണിച്ചില്ലെങ്കിലും ഈ 3 അക്ഷരത്തിനോട് എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഇനിഷ്യലി എനിക്ക് അത് പെട്ടെന്ന് ഞാൻ ചാടിക്കയറി ഒരിക്കലും ഇവർ ഗ്യാങ് ആവുന്ന ഉടനെ സിറ്റുവേഷൻ എടുക്കാനൊന്നും നമ്മുടെ TVയുടെ സൈഡിൽ നിന്ന് നമ്മളുണ്ടാവില്ല. പക്ഷെ അവരും ഒരു ന്യൂ സ്റ്റാർട്ട് ആയതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ RP അല്ലേ. അത് ചിലപ്പോൾ അവർ നല്ല സ്റ്റാർട്ടിന് വേണ്ടിയിട്ടായിരിക്കും ഇത്രയും പേര് വരുന്നത്. അപ്പോൾ അവരങ്ങനെ തുടങ്ങുന്നെങ്കിൽ തുടങ്ങിക്കോട്ടെ. അണ്ടിൽ നമുക്ക് ഉപദ്രവമില്ലാത്തടത്തോളം കാലം ഞങ്ങൾ സിറ്റുവേഷൻ എടുക്കാനൊന്നും, പഴയ ഈ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ സിറ്റുവേഷൻ എടുക്കാനൊന്നും പോകത്തില്ല. അപ്പോൾ എനിവേ, ഓൾ ദ ബെസ്റ്റ് MRC. തൊപ്പി അടിപൊളിയായ ഒരു ഗ്യാങ് കൊണ്ടുപോട്ടെ.
അടിപൊളിയായിട്ടൊരു ഗ്യാങ് സെറ്റായിട്ട് വരട്ടെ. കോമ്പറ്റീഷൻ വന്നാലേ ഒരു സുഖമുള്ളൂ. അപ്പോൾ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആവട്ടെ. ടിവിക്ക് നമ്മുടെ ബാക്കി എല്ലാവർക്കും ഒരു നല്ല കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു ഗ്യാങ് ആയിട്ട് ബിൽഡ് ചെയ്ത് തരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് തുടങ്ങാം. നമുക്ക് കുറച്ചു നേരം ഡിസ്കോ ട്രോൾസ് നോക്കാം. ഇവിടെ എന്താ ചന്ദ്രൻ ലൈവ് ഇട്ടിരിക്കണേ? ഹലോ, ജസ്റ്റ് ഒന്ന് എക്സ്ലാൻഡീസ് എടുത്തൊന്ന് നോക്കണേ സമയം കിട്ടുമ്പോ. ഞാൻ നോക്കട്ടെ. ഓക്കെ അല്ലേ? അത് എനിക്ക് മെയിൻ പേടി നിന്നെയാണേ. HF ആയിട്ട് നീ അത്രയ്ക്ക് നല്ല ടേംസിലല്ല. എന്താ ശിവ, നീ കേട്ടില്ല? നീ പറഞ്ഞ എന്ത് പറഞ്ഞേ? ഞാനെല്ലാം പഠിക്കുന്നുള്ളൂ. ഞാൻ നിക്കോബ്രായിട്ട് ചേർന്ന് നമ്മുടെ മെക്ക പ്രിന്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നാളെ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ നാളെ എനിക്കൊരെണ്ണം അണ്ണാ എന്റെ ക്യാരക്ടറോടെ പ്രിന്റ് ചെയ്ത ഒരു ദിവസം കൊണ്ടൊന്നും പ്രിന്റ് ചെയ്യല അളിയാ. ഇപ്പൊ ഞാൻ കാണിച്ച ചെറിയ ഡ്രാഗനെ പ്രിന്റ് ചെയ്യാൻ 2.5 മണിക്കൂർ എടുത്ത്. 2.5 മണിക്കൂർ. അതാണ് അതിന്റെ പ്രശ്നം. ഇത് സാധനം കുറച്ച് ടൈം എടുക്കും, അത്രേ ഉള്ളൂ. പക്ഷെ 8 മണിക്കൂർ യൂസ് ചെയ്യുമ്പോഴാണ് 1 കിലോവാട്ട് കറണ്ട് യൂസ് ചെയ്യുന്നത്. അതായത് 10 മണിക്കൂറൊക്കെ യൂസ് ചെയ്താൽ 8 രൂപയുടെ കറണ്ട്, അത്രേ ഉള്ളൂ. 10 മണിക്കൂർ യൂസ് ചെയ്താൽ 8 രൂപ 8 രൂപ 10 രൂപ അത്രയൊക്കെ ആകത്തുള്ളൂ. ഇത് എവിടെ കാണാൻ പറ്റും നമുക്ക്? എന്ത് എടാ, ഗ്യാങ് ആപ്ലിക്കേഷൻ നോക്കിയത് എനിക്ക് വേണം. അയ്യോ ഞാൻ ബ്രോ എല്ലാം പഠിക്കണേ ഉള്ളൂ ബ്രോ. ഇത് ഞാൻ ഹോബി ഗ്രേഡ് ആയിട്ട് മേടിച്ചതാ, മനസ്സിലായോ? ഒരു ഹോബി ഗ്രേഡ് ആയിട്ടാണ് ഇപ്പം കറന്റ് ഞാൻ ഇത് ചെയ്യുന്നത്. എല്ലാം ഒന്ന് ചെയ്തൊക്കെ പഠിക്കട്ടെ, പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടെ ടോക്സിക് ടീസർ എല്ലാരും പറയണം, നമുക്ക് കാണാം. ഞാൻ മേലുണ്ടാവും. ഇവരെ ലൈവ് ആയതുകൊണ്ട് ചിലപ്പോ ഇവരെ കൊണ്ടുപോകും, പറയാൻ പറ്റത്തില്ല. അത് ഏപ്പടമാണ് പ്രശ്നമാണ്. അത് ചെറുതായിട്ട് എന്തൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെന്തില്ല. അങ്ങനൊന്നും ഇല്ലെന്ന് അവൻ അവിടെ തന്നെ ആയിരുന്നു. ട്രailer 10 തൊട്ട് കണ്ടെന്ന് തോന്നിരിക്കുകയാണ് അവൻ. നീ ഇതുവരെ കണ്ടില്ല അളിയാ? ഇല്ല, അല്ല, ടെക്സാസിലെ രാജുഭായ് ഒരു ദിവസം രാത്രി എന്റെ വീട്ടിൽ വന്നായിരുന്നു ഈ ഇടയ്ക്ക്. ഒന്നും മനസ്സിൽ വെക്കല്ലേ, എനിക്കാണെങ്കിൽ കണ്ടിട്ട് ചിരി വരണ. പുള്ളി പക്ഷെ അടിപൊളിയാട്ടോ. ആർപ്പി കാര്യങ്ങൾ പറയണതൊന്നും റിയൽ ലൈഫിൽ വന്നപ്പോ അങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല, മനസ്സിലായോ? പുള്ളിയൊക്കെ ചില്ല. പുള്ളിയൊക്കെ ആർപ്പിൽ വന്നാൽ എന്തൊക്കെ വിളിക്കുള്ളൂ. പക്ഷെ റിയൽ ലൈഫിൽ വരുമ്പോ കുറച്ച് ലൈക്ക് അവർക്ക് ആ ഒരു സെൻസ് ഉണ്ട്, ലൈക്ക് അത് ഇതൊരു ഗെയിം ആണെന്ന് മനസ്സിലാക്കുള്ള ഒരു ഇതുണ്ട്. ജാസി കളിക്കട്ടാളിയാ അവര്. അല്ല, എല്ലാരും കളിക്കട്ടളിയാ. എനിക്ക് നിന്നെയാടാ പേടി, പുണ്ടച്ചു. നിന്നെയാണ് എനിക്ക് പേടി. നീ പോയി വള്ളി എടുക്കാതിരുന്നാ മതി. നിന്നെ നമ്മളുടെ ഒരു പ്രശ്നം വരാത്ത പക്ഷം നമ്മൾക്ക് ഒരു പ്രശ്നം. അതെ, നമുക്കൊരു പ്രശ്നമില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ മേളിലുണ്ടാവടാ, ഞാൻ അവന്റെ നശിച്ച ഒരു ചുമയാണ് എനിക്ക് ബോട്ട്. ഹായ് കോച്ച്. சுகமானோ சார்? സുഖമാണ് സാർ. കോച്ച് എന്താ പരിപാടി? சார் ஒரு வாட்ஸ்அப்ல வந்துட்டு பிரச்சனைன்னு சொல்லிட்டு போன் கட் பண்ணீங்க. அது எந்த பிரச்சனைன்னு சொல்லணும்ல. അയ്യോ, ലൈവില് പറയാൻ പറ്റുന്ന ഒരു പ്രശ്നമേ അല്ല. ലൈവിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു കോച്ച്. ഞാൻ പറഞ്ഞില്ലേ, അന്ന് ന്യൂ ഇയറിന്റെ ദിവസം ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ തിരിച്ചു വന്നപ്പോ കസാരയിൽ ഒരു അരവിന്ദൻ ഇരിക്കുന്നു ഇങ്ങനെ, കിരൺ ചേട്ടൻ. പുള്ളിക്ക് അനങ്ങാനും വയ്യ, നിക്കാനും വയ്യ. അവിടെ ഒരു 50 പേര് കൂടി. ഞാൻ ഓർത്ത് ആരേണ്ട തല്ലി ചവിട്ടി കൊന്നു കോച്ച്. അതിനിടയ്ക്കാണ് കോച്ച് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ന്യൂ ഇയർ ദിവസങ്ങളിലും ഇങ്ങനത്തെ ദിവസങ്ങളിൽ നമ്മൾ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് കോച്ച് വി ഹയർഡ് 2 ഡ്രൈവേഴ്സ്. ഓക്കെ, അത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ 2 ഡ്രൈവേഴ്സിനെ ഹയർ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ അതിലൊരു ഡ്രൈവറിനെ കാണാനില്ല, വണ്ടിയും കാണുന്നില്ല.
ഒയ്യോ അത് അവസാനം നമ്മൾ ഡ്രൈവറിനെയൊക്കെ വിളിച്ച് ചീത്തയൊക്കെ വിളിക്കാന്ന് പറഞ്ഞ് കണ്ണൻ ഡ്രൈവറിനെയൊക്കെ തല്ലാൻ വേണ്ടിയിരിക്കും. അവൻ വരുമ്പോ എവിടെ പോയി ഇവര് ഉത്തരവാദിത്വം ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ പ്രിയ പത്നിയും അതുപോലെ തന്നെ കിരൺ ചേട്ടന്റെ പ്രിയ പത്നിയും പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, പരിപാടി കഴിയുന്നത് വരെ ചേട്ടന്റെ വീട് അടുത്താണ്, ചേട്ടൻ വീട്ടിൽ പൊക്കോ, ഞങ്ങൾ വിളിച്ചോളാം. ചേട്ടന്റെ വീട് കാക്കനാടായിരുന്നു. കാക്കനാട് ഏതോ പപ്പാരിയെ കത്തിക്കുന്ന തിരക്കിൽ അവിടെ ട്രാഫിക് ജാം ആയി, പുള്ളിയുടെ ഫോൺ സിഗ്നൽ ജാം ആയി, പുള്ളിയുടെ ഫോൺ ഓഫായി, പുള്ളി ഒരു മണിക്കൂർ ലേറ്റ് ആയി. അതുകൊണ്ട് കിരൺ ചേട്ടനെ ഞങ്ങൾക്ക് കാർണിവലില് അവിടുത്തെ ന്യൂ ഇയർ പരിപാടിയിൽ ഒരു 2 മണിക്കൂർ പ്രതിഷ്ഠയായിട്ട് വെക്കേണ്ട വന്നു. നാട്ടുകാരൊക്കെ വന്ന് തൊട്ട് തൊഴുതു, ഈശ്വര ഈ വർഷം ഒന്നാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ 2 മണിക്കൂർ. അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് കോച്ച് എന്നെ വിളിക്കണത്. മനസ്സിലായോ? മനസ്സിലായി. ബട്ട് ആണോ ഗേൾസ് ടാലന്റ് അല്ല അത്. പിന്നെ ചേട്ടൻ പോയി റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അവൻ ഉറങ്ങിപ്പോയി. പാടിച്ചു അവരെയൊക്കെ. ഇത് ഇനി നാളെ ഇത് കട്ട് ചെയ്ത് ബ്രൈറ്റ് ഫോക്സിന്റെ അവിടെ കൊണ്ടിടും. ഷസമിനെ റിയാക്ട് ചെയ്ത ഈഗിൾ, അതിനെ റിയാക്ട് ചെയ്ത ബ്രൈറ്റ് ഫോക്സ്, അത് തിരിച്ച് എന്റെ അടുത്ത് വരും. അതിന് ബ്രൈറ്റ് ഫോക്സ് പറഞ്ഞത് കേട്ടോന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു റിയാക്ഷൻ ലൂപ്പായിട്ട് ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. എടാ ജനനായകന്റെ ട്രെയിലർ ഞാൻ കണ്ടു. ഞാൻ ട്രെയിലർ കണ്ടായിരുന്നു ഓൾറെഡി. ഞാൻ കുറച്ച് ദിവസം ലൈവ് ഇടാത്തപ്പോൾ എനിക്ക് എക്സൈറ്റ്മെന്റിൽ ഞാൻ അറിയാതെ ഓഫ്ലൈനിൽ ഇരുന്ന് കണ്ടുപോയി. ഞാൻ കണ്ട ഓൾറെഡി. എനിക്ക് നമ്മുടെ സ്ഥിരം വിജയ് സീക്വൻസ് പടം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയായിരിക്കും. പക്ഷെ എന്തൊക്കെ ആണെങ്കിലും ഇത് പുള്ളിയുടെ ലാസ്റ്റ് പടമാണെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയി കാണും ഞാൻ. മനസ്സിലായി? അതിന് ഞാൻ ആരുടെ റിവ്യൂ നോക്കത്തില്ല. നമ്മള് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് കൊച്ചിയിലെ സൂര്യ ഫാൻസും വിജയ് ഫാൻസും എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് എത്ര ഇതാണെങ്കിലും പുള്ളിയുടെ ആ ലാസ്റ്റ് പടമായിട്ടാണ് അത് അനൗൺസ് ചെയ്ത്. കൺഫേം ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. കൺഫേം ലാസ്റ്റ് പടമാണോ പുള്ളിയുടെ? എന്തായാലും ഞാൻ പോയി തിയേറ്ററിൽ പോയി ഉറപ്പായിട്ടും കാണും. അതത്രേ ഉള്ളൂ. നെയിം ഓൺ ബീറ്റ്. എടാ ഇത് ഞാൻ നിക്കോണിനോട് ഇടാൻ പറഞ്ഞത് ഇവന്മാര് ടിവിയിൽ ഇവന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ടാട്ടാ. ഇവിടെ എന്ത് ചെയ്യടാ? ഡ്രീമർ ഉണ്ടോ നോക്കട്ടെ. ഡ്രീമർ സിറ്റി കയറിയോ? ഡ്രീമറിനെ വിളിച്ചിട്ട് ഒന്ന് വരാൻ പറയട്ടോ ഗൈസ്. ഒറ്റ സെക്കൻഡ് ഞാൻ ഡ്രീമറിനെ ഒന്ന് വിളിച്ചോട്ടെ. ഡ്രീമറിനെ കൊണ്ടൊരു സാധനം ചെയ്യിപ്പിക്കാൻ ഒറ്റ വിറ്റേ. അല്ല ആവശ്യത്തിന് നോക്കുമ്പോ ഇവനെ നമ്പർ അളിയാ പെട്ടെന്ന് വി സി വന്നേ. അർജന്റ് ഒരു കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് ആ ലാസ്റ്റ് ടേക്കുന്നത് ഈഗിൾ പ്രോയ്ക്ക് പേഴ്സണലി ഞാൻ ഇട്ടതാണ്. ആണല്ലേ? ചന്ദ്ര ഹലോ. ഹലോ ചന്ദ്ര, ഈ ലൈവിൽ കേറി അളിയാ. വണ്ടി ലാൻഡ് ആയിക്കോട്ടെ. അളിയ ഇത് ഈ ബീറ്റിനനുസരിച്ച് നീ ഇത് പറയണേ. ചലഞ്ചാണേ. നെയിം ഓൺ ബീറ്റ് മലയാളം വർഷം. കാല് പാല് ലാല് വാല്. കാല് പാല് ലാല് വാല്. അതാണ് കാല് പാല് ലാല് വാല്. അതിങ്ങനെ റാൻഡം ആയിട്ട് വരും. ഓക്കെ അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവിടെ കാല് പാല് ലാല് വാല് അങ്ങനെ. റെഡി ഓക്കെ. റെഡി 1 2 3 സ്റ്റാർട്ട്. കാല് പാല് ലാല് വാല്. സൂപ്പർ. അതിന്റെ അടിയിൽ വാല് കാല് ഓ അളിയ വാല് കാല്. പാട്ട് പാടുന്നളിയ. റെഡി 1 2 3 സ്റ്റാർട്ട്. കാല് പാല് ലാല് വാല് പാല് കാല് 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 ലാല്. കാല് പാല് ലാല് പാല് കാല് വാല്. ലാല് കാല് വാല് ലാല് ലാല് കാല് വാല് പാല്. രണ്ട് ലാല്. പാല് വാല് വാല് കാല് വാല് കാല് ലാല് ലാല്. ക്ലാസ് കൊണ്ടാണ് ചന്ദ്ര. എടാ മുച്ചിരി ഒന്ന് വിളിച്ചടാ. മുച്ചിരി പാടിയടാ. മുച്ചിരി ഇതൊന്ന് പാടി കേൾപ്പിച്ചേ. ഇതാരി ഈ മനുഷ്യൻ
ഹലോ കത്തിയില്ലേ അതിന്റെ തന്ത പാട് വൈകില്ലേ പാടാൻ പറഞ്ഞേ പാല് അത് മനസ്സിലായി അത് മനസ്സിലായി. ആ എന്താ ഒന്നുകൂടെ പറഞ്ഞ ഇതെന്താ കാല് പാല് ലാല് ബാല്. ബാലല്ല പാല് ആ ഓക്കെ ഹായ് 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 സാർ റെഡി 1 2 3 റെഡി 1 2 3 സ്റ്റാർട്ട് കാല് പാല് ലാല് ബാല് ബാല് കാല് ലാല് പാല്. ലാല് പാല് കാല് പാല് ലാല് കാല് ബാല് ബാല്. ലാല് കാല് ബാല് ലാല് ബാല്. അണ്ടി ഇതിനെങ്ങനെ ഞാൻ പാടി ഏ, ഞാൻ പിന്നെയും പാടി ചന്ദ്ര എല്ലാം ആ തെറ്റാ. പറ നന്നായിട്ടുണ്ടായിരുന്നു ഇനി പാടല്ലേ മലയാള ഭാഷയിൽ. മന്ദാരേ മന്ദാരം പാടി കേക്കട്ടെ അണ്ണ എന്നെ കൊണ്ട് പറ്റില്ല ഇത് കാല് പാല് എടാ ഇതാ കണ്ട കാല് പാല് അണ്ണ ലാല് പറ്റില്ല പാല് പറ്റില്ല ഹോ ഹായ് 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 സാർ ഹോ ഹേ ഹോ അത് പാടിത്തരാം റെഡി 1 2 3 മന്ദാരം റെഡി 1 2 3 സ്റ്റാർട്ട് ആ ഓക്കെ എന്നാ അതെന്നാ കാല് പാല് ലാല് പാല് കാല് 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 കാലാപ്പാനിയാ എന്ത് ഒന്നൂടെ ഒരു ഓക്കെ എന്നാ അതാര പണി കൂടെ ചന്ദ്രനാ ചന്ദ്രൻ അത് സീനായിരുന്നില്ല അതാണ് നമ്മൾ പാടും. കാലി പാല് കാലി പാല് കാലി പാല് ലാല് കാലി വാല് ലാല് വാല് പാല് കാലി ഒരു കാര്യം ചെയ്യാം, ഞാൻ മുസ്ലിം കൂടെ റാപ്പാണ് പാടാം. എടാ ഇവനെന്തോ ഒരു സ്പെഷ്യൽ സാധനം ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതൊന്ന് പാടി നോക്കണേ ചന്ദ്ര ഇതൊന്ന് ചന്ദ്രൻ പാടിക്കോ You master. I master me, you. I master me, you. ആർക്കൊന്നുകൂടെ പറയണേ ചന്ദ്ര പോലെങ്കിൽ പാടിപ്പോയട്ടെ എനിക്ക് ഇംഗ്ലണ്ട് വെച്ച പണിയായിരുന്നു. എനിക്ക് വെച്ചതായിരുന്നേ ഭാഗ്യത്തിന് അവര് കിട്ടിയതാ ഓക്കെ മൊക്ക ഇനിയല്ലാടെ മൊക്ക ചലഞ്ച് സിറ്റി ഓഫ് എന്നെ കത്തിക്കാണ്ടിരിക്കാ കത്തിക്കാണ്ടിരിക്കുക നീ ഫിവർ മീം കളിച്ചാ? ഇല്ലില്ല കളിക്കണം ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിച്ചോളാം അയ്യോ അപ്പൊ ഞാൻ മേളിലുണ്ടാവും അങ്ങോട്ട് വാ Sky Dark, ഇത് മേളിലല്ലോ